കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം. പ്രിയരെ, തിരുവചനമായി നിങ്ങളുടെ മുൻപിൽ വരും സ്വർഗത്തിലെ ദൈവം എനിക്ക് തന്ന മകൾ ഭാഗ്യത്തോർത്ത് ഞാൻ നന്ദി പറയുന്നു. നിങ്ങളോട് പകരം സ്വർഗത്തിലെ ദൈവം എനിക്ക് തന്ന തിരുവചന വേദഭാഗം മത്തായി സുവിശേഷം 25-ാം അധ്യായത്തിന്റെ 1 മുതൽ 14-ാം വാക്യം വരെയാണ്. അവിടെ നാം പഠിക്കുമ്പോൾ 10 കന്യകമാരെ കുറിച്ച് നമുക്ക് കാണുവാൻ കഴിയും. അതിൽ 5 പേര് ബുദ്ധിയുള്ളവരും 5 പേര് ബുദ്ധിയില്ലാത്തവരായിരുന്നു. എന്നാലോ ഈ 10 പേർ ഒരുമിച്ച് മണവാളനെ എതിരേൽപ്പാൻ പോകുന്നൊരു ഭാഗം നാം അവിടെ വായിക്കുന്നുണ്ട്. എന്നാൽ ഇവർ 10 പേർ ഒരുമിച്ച് പോയ സമയം മണവാളൻ വരുവാൻ അല്പം വൈകിയപ്പോൾ ഇവർ 10 പേർ ഒരുമിച്ച് മയക്കം പിടിച്ചു. അർദ്ധരാത്രിക്കോ മണവാളൻ വരുമെന്നുള്ള സ്വരം കേട്ടവർ 10 പേരും ഒരുമിച്ച് എഴുന്നേറ്റ് മണവാളനെ എതിരേൽപ്പാൻ ഒരുങ്ങി നിൽക്കവേ 10 പേരും വിളക്ക് കത്തിച്ചു. എന്നാൽ അതിൽ 5 പേരുടെ വിളക്ക് മാത്രം തെളിഞ്ഞു, 5 പേരുടെ വിളക്കോ തെളിഞ്ഞില്ല. ആയതിനാൽ ഈ 5 പേരും മറ്റ് 5 കന്യകമാരുടെ മുൻപിൽ ചെന്നു ഞങ്ങൾക്കും അല്പം എണ്ണ തരണമേ എന്ന് പറഞ്ഞ് അവരോട് യാചിച്ചപ്പോൾ അവർ പറഞ്ഞു, നിങ്ങൾക്കും ഞങ്ങൾക്കും പോരാന്ന് വരാതിരിപ്പാൻ വിൽക്കുന്നവരുടെ അടുക്കൽ ചെന്ന് വാങ്ങിക്കൊള്ളുവിനെന്ന്. എന്നാലോ ഈ ബുദ്ധിയില്ലാത്ത 5 കന്യകമാർ അവരുടെ വിളക്കും കൊണ്ട് വിൽക്കുന്നവരുടെ അടുക്കൽ വാങ്ങാൻ പോകുന്ന അതേ സമയത്ത് മണവാളൻ വരികയും ഒരുങ്ങിയിരുന്ന ഈ 5 കന്യകമാരെ എടുക്കപ്പെടുകയും ചെയ്തു. എന്നാൽ ഈ ബുദ്ധിയില്ലാത്ത 5 കന്യകമാർ മടങ്ങി വന്ന്, കർത്താവെ ഞങ്ങൾക്കും തുറക്കണമേ എന്ന് കർത്താവിനോട് അപേക്ഷിച്ചപ്പോൾ കർത്താവ് പറഞ്ഞു, ഞാൻ നിങ്ങളെ ഒരു നാളും അറിയുന്നില്ല, ആകയാൽ നാളും നാഴികയും അറിയായാൽ നിങ്ങൾ ഉണർന്നിരിപ്പിനെന്ന്. എന്നാൽ പ്രിയരെ, നാം ഇതിൽ നിന്ന് എന്താണ് മനസ്സിലാക്കുന്നത്? ഈ ബുദ്ധിയുള്ള 5 കന്യകമാർ കർത്താവിനോട് എടുക്കപ്പെടുകയും ബുദ്ധിയില്ലാത്ത 5 കന്യകമാർ തള്ളപ്പെടുകയും ചെയ്തു. കർത്താവ് എന്താ പറയുക? ഞാൻ പോകുന്നു, ഞാൻ പോയി മടങ്ങി വരും, ഞാൻ സ്ഥലം ഒരുക്കാൻ പോകുന്നു, പിന്നെയും ഞാൻ വന്ന് നിങ്ങളെ ചേർത്ത് കൊള്ളുന്നു. അതുപോലെയാകുന്നു നാം ഇവിടെ വായിക്കുന്നത്. കർത്താവ് പിന്നെയും വന്ന് നമ്മെ ചേർത്ത് കൊള്ളും. 5 കന്യകമാർ കൈവിടപ്പെട്ടു. കാരണം ഈ 10 പേരും ഒരുമിച്ച് തന്നെയാണ്, ഒരേ ആലയത്തിൽ തന്നെയാണ് ആരാധിച്ചവരും, ഒരേ പായിൽ തന്നെ ദൈവത്തെ ആരാധിച്ചവരും, ഒരേ വായ്മൊഴികൾ കേട്ടവരാണ്. എന്നാൽ 5 പേര് കേൾക്കുന്ന അധിക ശ്രദ്ധയോട് കരുതുകയും അവണ്ണം നടക്കുകയും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കരുതെന്നുള്ള തിരുവചന പ്രകാരം അവരെ തന്നെ അവർ സൂക്ഷിക്കുകയും അവർ നല്ലവണ്ണം ദൈവത്തെ പ്രസാദിപ്പിച്ച് മറ്റുള്ളവർക്ക് ഇടർച്ച വരുത്താതെ ജീവിച്ചത് മുഖാന്തരം അവരുടെ വിളക്കിൽ എണ്ണ പറ്റിപ്പോയി. എണ്ണ എന്ന് നമ്മൾ ഇവിടെ ഉപമിക്കുന്ന പരിശുദ്ധാത്മാവിനാണ്. ആ പരിശുദ്ധാത്മ അവരെ വിട്ട് മാറാതെ ഇരുന്നതും അവർക്ക് ആ ദൈവശബ്ദം കേൾക്കുവാൻ ഇടയായതും ഇവർ ആ പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കാത്തത് കൊണ്ടും മറ്റുള്ളവർക്ക് ഇടർച്ച വരുത്ത അവരുടെ ജീവിതം തങ്ങളെ തന്നെ തങ്ങൾ സൂക്ഷിച്ചത് മുഖാന്തരമാണ് പരിശുദ്ധാത്മാവെന്ന എണ്ണ അവർക്ക് അവിടെ കരുതുവാൻ കഴിഞ്ഞു. എന്നാൽ ഈ 5 പേര് കേട്ടതിന് അധികം ശ്രദ്ധയോട് കരുതിക്കൊള്ളാതെ കേൾക്കുന്നതിന് നിസ്സാരമായി തള്ളിക്കളഞ്ഞു. മുള്ളിനിടയിൽ വീണതുപോലെയും പാറപ്പുറത്ത് വീണതുപോലെയും വഴിയരിയിൽ വിതറപ്പെട്ടതുപോലെയും കേട്ട വചനം അത്രയും ചോർന്ന് പോയത് മുഖാന്തരം അവർക്ക് എണ്ണ വറ്റിപ്പോയി. ദൈവത്തെ ആരാധിക്കുന്ന ഓരോരുത്തരും പരിശുദ്ധാത്മാവെന്ന എണ്ണ നാം ഓരോരുത്തരും സൂക്ഷിക്കേണ്ടതാകുന്നു. അല്ലെങ്കിൽ ഈ കൈവിടപ്പെട്ടവരുടെ കൂട്ടത്തെ പോലെ ആകും. നാം അങ്ങനെ ഒരിക്കലായി തീരരുത്. ആമേൻ. നാളും നാഴി അറിയാൽ ഉണർന്നിരിക്കുമെന്ന് കർത്താവ് പറയുമ്പോൾ നാം ദൈവത്തിന്റെ ശബ്ദം കേൾപ്പാൻ ഉണർന്നിരിക്കണം. ഉത്തമഗീതം 5:2 ഇപ്രകാരം പറഞ്ഞു, ഞാൻ ഉറങ്ങുന്നു എങ്കിൽ എൻ്റെ ഹൃദയം ഉണർന്നിരിക്കുന്നു, വാതിക്കൽ നിന്ന് മുട്ടുന്ന എൻ്റെ പ്രിയന്റെ സ്വരം കേൾപ്പാൻ ഞാൻ ഉണർന്നിരിക്കുന്നു. പ്രിയരെ, നമ്മുടെ പുറം കണ്ണ് ഉറങ്ങുവാണെങ്കിലും നമ്മുടെ അകം കണ്ണ് കർത്താവ് വരും. നമ്മുടെ കർത്താവ് ഈ ഭൂമിയിലൊന്നും അവസാനത്തുള്ളി രക്തം തന്ന് നമ്മളെ കരുതി നമ്മളെ സൂക്ഷിച്ച് നമുക്ക് വേണ്ടി ജീവനെ വെടിഞ്ഞ ആ കർത്താവ് പിന്നെയും വരുമെന്ന് പറഞ്ഞ വാക്കിൻ പ്രകാരം 5 കന്യകമാർ തങ്ങൾ പ്രാപിച്ച അഭിഷേകത്തെ സൂക്ഷിച്ച് അവരായിരുന്നത് പോലെ നാം ഓരോരുത്തരായിരിക്കണം പ്രിയരെ. അല്ലെങ്കിൽ ഈ നരകത്തിൽ ഈ തള്ളപ്പെട്ടവരുടെ കൂട്ടത്തിൽ നമ്മൾ ഒരിക്കലും ആയി തീരരുത്. ഇവർ തള്ളപ്പെട്ട കൂട്ടത്തിലുള്ളവരാണ്. അവരിനി ഒരിക്കലും പുറത്തു വരാൻ കഴിയുന്നില്ല. കാരണം നമ്മെ പഠിപ്പിക്കുന്നത് അവിടെ പല്ലുകടിയും കരച്ചിലും വിലാപവും കെടാത്ത പുഴുവും കെടാത്ത തീയും ചാകാത്ത പുഴു ഇങ്ങനെയൊക്കെ ഉണ്ടെന്ന്. അതിനാൽ പ്രിയർ, നാം എന്താണ് ഇത് തിരഞ്ഞെടുക്കേണ്ടത്? നന്മയും പ്രസാദമുള്ള ദൈവഹിതം ഇന്നത് നാം ഓരോരുത്തരും തിരിച്ചറിഞ്ഞ് ഓരോ ദിവസവും മുന്നോട്ട് പോകുകയാണെങ്കിൽ പരിശുദ്ധാത്മാവ് എണ്ണ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകും. നാം അത് കരുതണം. ഒരിക്കൽ നമ്മൾ കൈവിടപ്പെട്ടവരുടെ കൂട്ടത്തിലാകരുത് പ്രിയരെ. നാം ഓടിയതും നടന്നതും പ്രയത്നിച്ചതും ഒന്നും വൃഥാവായി തീരാതിരിക്കാൻ നിങ്ങൾ സൂക്ഷിക്കണം. പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കുന്ന ഒരു കാര്യം നമ്മുടെ ജീവിതത്തിൽ വരരുത്. നാം മറ്റുള്ളവർക്ക് ഇടർച്ചയായി ജീവിക്കരുത്. നാം നമ്മെ തന്നെ ശുദ്ധീകരിച്ച് ദൈവത്തിന്റെ ശബ്ദം കേട്ട് ദൈവഹിതം ഇന്നതെന്ന് തിരിച്ചറിഞ്ഞ് നാം മുമ്പോട്ട് ഓരോരുത്തരും പോവുകയാണെങ്കിൽ ആ കർത്താവിന്റെ ശബ്ദം ആ ബുദ്ധിയുള്ള 5 കന്യകമാർ കേട്ടതുപോലെ നാം കേൾക്കും.
ഈ ഉത്തമഗീതത്തിൽ 5:2 പറയുന്നത് പോലെ നാം ഉറങ്ങുന്നുവെങ്കിലും പ്രിയന്റെ ശബ്ദം കേൾക്കാൻ നമ്മുടെ ഹൃദയം എപ്പോഴും തുറന്നിരിക്കണം. നമ്മുടെ പുറം കണ്ണടഞ്ഞാലും ഒരിക്കലും അഹം കണ്ണടയാൻ പാടില്ല. നമ്മെ കണ്ട് മറ്റുള്ളവർ ദൈവത്തെ ആരാധിക്കണം. നമ്മെ കണ്ട് മറ്റുള്ളവർ ദൈവത്തിൽ ആശ്രയിക്കണം. ഈ ദൈവത്തെ നാം മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കണം. അതാ യേശുക്രിസ്തു നമ്മെക്കുറിച്ച് പറയുന്നത്. ഞാൻ സ്ഥലം ഒരുക്കുവാൻ പോകുന്നു, വന്ന് പിന്നെയും നിങ്ങളെ ചേർത്ത് കൊള്ളും. കർത്താവ് വരുമെന്ന് പറഞ്ഞ് നമ്മെ ചേർത്ത് കൊള്ളണമെങ്കിൽ ഈ പരിശുദ്ധ എണ്ണ നിങ്ങൾ സൂക്ഷിക്കണം.